there are two types of fertilizers, F1 and F2. F1 consists of nitrogen, phosphoric acid, F2. After testing the soil conditions, a farmer finds that she needs at least 14 kg of nitrogen, 14 kg of phosphoric acid. If F1 costs ₹6, F2 5, determine how much of each type of fertilizer should be used so that nutrient requirements are at minimum cost. What is the minimum cost? Minimum cost ആവണം. അതിനനുസരിച്ച് എത്രമാത്രം ഫെർട്ടിലൈസേഴ്സ് F1, F2 ഉപയോഗിക്കണം എന്നാണ് ചോദ്യം. കോസ്റ്റ് മിനിമം ആവണമെങ്കിൽ ഈ F1, F2 എത്രമാത്രം എടുത്താലാണ് മിനിമം കോസ്റ്റ് വരിക. സോ ഇവിടെ എന്തൊക്കെയാണ് F1, F2 ടു ടൈപ്സ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആണ് പറയുന്നത്. ഇനി ഈ ഫെർട്ടിലൈസേഴ്സിൽ എന്തൊക്കെയാണ് കണ്ടൻസ്? നൈട്രജൻ ആൻഡ് ഫോസ്ഫോറിക് ആസിഡ്. സോ ദേ ആർ നൈട്രജൻ, ഫോസ്ഫോറിക് ആസിഡ്. അതിൻ്റെ കണ്ടൻസ് എഴുതി വയ്ക്കാം. F1 and F2. F1 consists of 10% nitrogen and 6% phosphoric acid. F2 consists of 5% nitrogen and 10% of phosphoric acid. Now, requirements. She needs at least 14 kg of nitrogen. Requirements le ആവശ്യമുള്ളത് at least 14 കിലോഗ്രാം ആണ് രണ്ടിലും വേണ്ടത്. ഉപയോഗിക്കുമ്പോൾ മിനിമം 14 കിലോഗ്രാം നൈട്രജൻ വേണം, മിനിമം 14 കിലോഗ്രാം ഓഫ് ഫോസ്ഫറിക് ആസിഡും വേണം. ഇനി കോസ്റ്റ് പറയുന്നുണ്ട് ഇവിടെ. കോസ്റ്റ് പെർ കിലോഗ്രാം ഈസ് ₹6. F1 costs ₹6 per kilogram and F2 costs ₹5 per kilogram. That's a problem. Right. So, form the LPP first. Minimize the cost. So, minimize Z is equal to cost. Now, F1, F2 എത്രമാത്രം ഉപയോഗിക്കണം? So, അത് X kilogram and Y kilogram ആണെന്ന് വിചാരിക്കുക. F1 X kilogram, F2 Y kilogram ഫെർട്ടിലൈസ് യൂസ് ചെയ്തെങ്കിൽ കോസ്റ്റ് ആണ് മിനിമം. അപ്പോൾ ആ ഫംഗ്ഷൻ എന്ത് എഴുതാം? പെർ കിലോഗ്രാം ₹6 ആണ്. അപ്പോൾ എക്സ് കിലോഗ്രാമിന് എത്ര വരും അവിടെ കോസ്റ്റ്? 6x. പെർ കിലോഗ്രാം ₹5 ആണ് F2 ഫെർട്ടിലൈസറിന്. അപ്പോൾ Y കിലോഗ്രാമിന് എത്ര വരും? 5y. അപ്പോൾ 6x പ്ലസ് y 5y ആഡ് ചെയ്യണം. രണ്ടും ആഡ് ചെയ്താലല്ലേ അവർക്ക് കിട്ടുന്ന കോസ്റ്റ്, അവർക്ക് വരുന്ന കോസ്റ്റ്. ആ കോസ്റ്റ് മിനിമൈസ് ആവാൻ, മിനിമം വാല്യൂ ആവാൻ ഈ XY എത്ര ഉപയോഗിക്കണം എന്നാണ് ചോദ്യം. സോ ഇനി കണ്ടീഷൻസ് ഏതാ? സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ് x, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അടുത്തത് കൺസ്ട്രെയിൻസ് ഓൺ നൈട്രജൻ, കൺസ്ട്രെയിൻഡ് ഓൺ ഫോസ്ഫോറിക് ആസിഡ്. പേഴ്സൻറ്റേജിലാണ്, അതുകൊണ്ട് നമുക്ക് അതിനെ പേഴ്സൻറ്റേജ് ആക്കി എഴുതാം. അപ്പോൾ നൈട്രജൻ F1-ൽ 10% നൈട്രജൻ ഉണ്ട് പെർ കിലോഗ്രാം. അപ്പോൾ എക്സ് കിലോഗ്രാമിന് എത്ര ഉണ്ടാവും? 10% ഇൻറ്റു എക്സ്, അതായത് 10/100 ഇൻറ്റു എക്സ് പ്ലസ്. അടുത്തത് F2-ൽ 5% നൈട്രജൻ ഉണ്ട്. അപ്പോൾ Y കിലോഗ്രാമിൽ എത്ര ഉണ്ടായിരിക്കും? 5% ഇൻറ്റു Y, വിച്ച് ഈസ് 5/100 ഇൻറ്റു Y. ആൻഡ് ദസ് മിനിമം ഇത് രണ്ടും കൂടിയാൽ ഈ നൈട്രജൻ മിനിമം എത്ര വേണം? മിനിമം 14 കിലോഗ്രാം വരണം, അതായത് അതിലും കൂടാം. സോ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 14 എന്ന് വരും. ഇവിടെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. സോ ഇറ്റ് ഈസ് 10x പ്ലസ് 5y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1400. കോമൺ ഡിനോമിനേറ്റർ 100 ആണ്. ന്യൂമറേറ്റർ ആഡ് ചെയ്തു, ഡിനോമിനേറ്ററിൽ 100 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണ് 14 into 100 which is 1400. Now you can divide with 5. So it is 2x plus y greater than or equal to 5 to 10 80. So 2x plus y greater than or equal to 280. This is the constraint on nitrogen. ഇനി constraint on phosphoric acid ഇതേപോലെ എങ്ങനെ എഴുതാം? 6/100 into x plus 10/100 into y is greater than or equal to 14. കാരണം ഫോസ്ഫോറിക് ആസിഡും മിനിമം എത്ര വേണം? 14 കിലോഗ്രാം വേണം. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിമം ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതിലും കൂടാം, കൂടിയോണ്ട് കുഴപ്പമില്ല, പക്ഷേ 14-നേക്കാളും താഴെ ആവാൻ പാടില്ല.
അതാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതണം. സോ ലെറ്റ് us write the constraint on phosphoric acid. So constraint on phosphoric acid എന്ന് പറയുന്നത് 6/100 into x plus 10/100 into y greater than or equal to 14. നേരത്തെ ചെയ്ത പോലെ 6x plus 10y greater than or equal to 1400. കോമൺ ഫാക്ടർ 2 ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3x plus 5y greater than or equal to 700. So this is the constraint on phosphoric acid, 3x plus 5y greater than or equal to 700. So the LPP is 3x plus 5y greater than or equal to 700. So constraint on nitrogen, constraint on phosphoric acid. So LPP problem ayinde ini namukku ayinde solution kittanam. Now draw the x and y axis. Origin. First constraint 2x plus y greater than or equal to 280. So x 0 ആകുമ്പോൾ y 280, y 0 ആകുമ്പോൾ x 140. 21, 24, 140. So 0, 280, then 140, 0. These are the point. Join ചെയ്യാം. Which is 2x plus y equal to 280. Now, origin എടുക്കാം. Substitute ചെയ്യുമ്പോൾ 0 greater than 280. It is false. 0 greater than 280 അല്ല. അപ്പോൾ 0 include ചെയ്യുന്ന region solution ആയി വരില്ല. Which is the other region. The other region will be the solution. അടുത്ത inequality 3x plus 5y equal to 700. x 0 ആകുമ്പോൾ 5. x 0 ആകുമ്പോൾ 5y is equal to 70. So what is y? 51, 54. When y is 0, x is 700 by 3 എന്ന് തന്നെ എഴുതി വെക്കാം. 700 by 3 700 3 കൊണ്ട് ഡിവിസിബിൾ അല്ല. So 700 by 3 തന്നെ എഴുതി വെക്കാം നമുക്ക്. So points എന്തൊക്കെയാണ് വരുന്നത്? 0 and 140. So here it comes. Right. The next is 700 by 3, 0. 700 means 200 something. So we can mark it here. 700 by 3, 0. Join the points. This is the graph of 3x plus 5y equal to 700. Origin എടുക്കാം. Origin substitute ചെയ്യുമ്പോൾ 0 greater than 700 false ആണ്. So ഇതിൻ്റെയും solution എങ്ങനെയാണ് വരിക? It goes upwards. മുകളിലോട്ടാണ്. ഇനി x greater than 0, y greater than 0 എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം upwards ആയതുകൊണ്ട് ഈ region എന്തായിട്ട് വരും? Unbounded region ആയിട്ട് വരും. അതായത് required region is this one. Isn't it? It comes as unbounded region. Now, unbounded region ആണെങ്കിലും നമുക്ക് corner points ഏതൊക്കെ വരും? The 0, 280. And we have 700 by 3, 0 and there is one more point. അപ്പോൾ ഇതിനെ A, B, C എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ആ B എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ്സ് ഓഫ് ദ ടു ലൈൻസ്. അപ്പോൾ ഏതൊക്കെയാണ്? 2x plus y equal to 280, 3x plus 5y equal to 700. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്തുകൊണ്ട് ചെയ്താൽ മതി? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 to 10x plus 5y equal to 5, 4, 40. 3x plus 5y equal to 700.
Now simplify, solve ചെയ്യാം. Subtract ചെയ്യുമ്പോൾ 10 minus 3, 7x equal to 1400 minus 700 is 700 itself. So x is 100. x 100 ആയിട്ട് വരും. x 100 ആവുമ്പോൾ y എന്ത് വരും? So first equationൽ substitute ചെയ്യാം. 2 into 100, 200 plus y is equal to 280. So y is equal to 280 minus 200 which is 80. അപ്പോൾ B എന്ന് പറയുന്ന പോയിൻ്റ് 100,80 ആണ്. സോ അൺബൗണ്ടഡ് റീജിയൻ്റെ കോർണർ പോയിൻറ്റ്സ് എ ബി സി എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോർണർ പോയിൻറ്റ്, ദ വാല്യൂ ഓഫ് z 6x പ്ലസ് 5y. ഇതാണല്ലോ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ഈസ് ദ പോയിൻറ്റ് 0,280, ബി ഈസ് ദ പോയിൻറ്റ് 100,80, C is the point 700 by 3, 0, 0. Value of z എത്ര വരുന്നതെന്ന് നോക്കാം. 280. 280 into 5 is 1400. 100,80. 6 into 100, 600. 5 into 80, 40. 400. അപ്പോൾ എത്ര വരും? 1000 വരും. 700 by 3, 0. So x is 700 by 3. y 0 ആണ്. അപ്പോൾ 6 into 700 by 3 എന്ന് പറയുമ്പോൾ 2 times which is 2 7 14. So 1400 ആയിട്ട് വരും. So this is the problem. Minimize the cost ആണ്. കോസ്റ്റ് ഇവിടെ ഏതാ മിനിമം വാല്യൂ? 1000. So this is the minimum cost. ബട്ട് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഇതൊരു അൺബൗണ്ടഡ് റീജിയൻ ആണ്. അൺബൗണ്ടഡ് റീജിയൻ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു സ്റ്റെപ്പ് ഉണ്ട്. എന്ത് ചെയ്യണം? അത് കൺഫേം ചെയ്യാനായിട്ട്, വെദർ ദിസ് ഈസ് ദി മിനിമം കോസ്റ്റ് പറയാനായിട്ട് എന്ത് ചെയ്യണം? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് കൂടി വരയ്ക്കണം. വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഗ്രാഫ്? 6x പ്ലസ് 5y മിനിമൈസ് ദ കോസ്റ്റ് ആണ്. അപ്പോൾ ഇനിക്വാളിറ്റി എന്ത് വരും? ലെസ് ദാൻ. വാട്ട് ഈസ് ദ മിനിമം വാല്യൂ? 1000. ഡ്രോ ദി graph of this inequality again. So x y എടുക്കാം. When x is 0, y is 200. When y is 0, x is 1000 by 6. It is 1000 by 6. Okay, so let us draw the graph of 6x plus 5y less than or less than 1000. 0,200. ദാ ഇവിടെ വരും. 0,200. Now the next point is 1000 by 6, 0. 1000 by 6, it comes to 100 and something. So 160 something. ദാ ഇവിടെയാണ് വരിക. 1000 by 6, 3. So we can join the പോയിൻറ്റ്സ്. ഇത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. അതുകൊണ്ട് ഡോട്ടഡ് ലൈൻസ് ആയിട്ട് മാർക്ക് ചെയ്യാം. And this is the graph of 6x plus 5y equal to 1000. As usual, ഒറിജിൻ എടുത്ത് ഇനിക്വാളിറ്റിയിൽ കൊടുക്കുമ്പോൾ 0 ലെസ് ദാൻ 1000 ഇറ്റ് ഈസ് ട്രൂ. അതുകൊണ്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് എങ്ങോട്ടാണ് വരിക? താഴോട്ട്. നമ്മുടെ അൺബൗണ്ടഡ് റീജിയൻ എവിടെയാ? മേലെയാണ്. സോ വാട്ട് ഈസ് ദ കൺക്ലൂഷൻ? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ സൊല്യൂഷൻ റിക്വയർഡ് ഫീസിബിൾ അൺബൗണ്ടഡ് റീജിയൻ ആയിട്ട് കോമൺ പോയിൻറ്റ്സ് ഇല്ലാതിരുന്നാൽ ദ റിക്വയർഡ് വാല്യൂ വിൽ ബി കൺസിഡേർഡ് ആസ് ദി മിനിമം. ഇവിടെ കോയിൻസൈഡ് ചെയ്യണില്ല. കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിൽ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ സൊല്യൂഷനും അൺബൗണ്ടഡ് റീജിയനും കോയിൻസൈഡ് ചെയ്യുക, കോമൺ പോയിൻറ്റ്സ് വരിക. അങ്ങനെ വന്നാൽ ഇതിനെ മിനിമം വാല്യൂ ഇല്ല അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഇല്ല എന്ന് പറയായിരുന്നു. ഇവിടെ ഫംഗ്ഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ഗ്രാഫിൻ്റെ സൊല്യൂഷൻ താഴോട്ടും അൺബൗണ്ടഡ് റീജിയൻ മുകളിലാണ്. അപ്പോൾ കോയിൻസൈഡ് ചെയ്യുന്നില്ല. So we can conclude that 1000 is the minimum value. At what values of x and y? When x is 100 and y is 80. എന്താണ് അവിടെ x എന്തായിരുന്നു? F1 ഫെർട്ടിലൈസർ.
Y എന്തായിരുന്നു F2 ഫെർട്ടിലൈസർ. അതായത് 100 കിലോഗ്രാം ഓഫ് F1 ഫെർട്ടിലൈസറും 80 കിലോഗ്രാം ഓഫ് F2 ഫെർട്ടിലൈസറും ഉപയോഗിക്കുമ്പോൾ മിനിമം കോസ്റ്റായിട്ട് കിട്ടും. മിനിമം കോസ്റ്റ് എന്ന് പറയുന്നത് അവിടെ 1000 ആണ്. ആ 1000 rupees കിട്ടുന്നത് ഇത്ര ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുമ്പോഴാണ്. സോ ഹൗ ഡു വി കൺക്ലൂഡ്? We conclude by, therefore, minimum cost equal to ₹1000 when 100 kilogram of F1 fertilizer and 80 kilogram of F2 fertilizers are used. 100 kilogram of F1 എന്നുള്ള ഫെർട്ടിലൈസറും 80 kilogram of F2 എന്നുള്ള ഫെർട്ടിലൈസർ ഉപയോഗിക്കുമ്പോൾ കോസ്റ്റ് അവിടെ മിനിമം ആയിട്ട് കിട്ടും. ദിസ് ഈസ് ദ പ്രോബ്ലം.